ഹായ് ഗേയ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ സേവ് ചെയ്യുന്ന സ്വഭാവമുണ്ടോ? എന്ന് വെച്ചാൽ അത് അക്കൗണ്ടിലല്ല, കുടുക്കയിലിട്ട് വയ്ക്കുന്ന സ്വഭാവമുണ്ടോ? എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ. എവിടെയെങ്കിലും കുറേശ്ശെ പൈസ സേവ് ചെയ്യുന്നത്. ആദ്യമേ 1 രൂപ 2 രൂപ തുട്ടുകളായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി വളർന്നതനുസരിച്ചിട്ട് അത് നമ്മുടെ 5 രൂപ 10 രൂപ തുട്ടുകളായി. അതും സാധാരണ 5ഉം 10 ഒന്നുമല്ല കേട്ടോ, ഗോൾഡൻ കളറിൽ മാത്രമേ കളക്ട് ചെയ്യൂ, വലിയ കൂടിയ പുള്ളിയാണ്. അപ്പോൾ അതുപോലെ ഞാൻ വളർന്നതിനനുസരിച്ചിട്ട് എൻ്റെ ടെക്നിക്കുകളും വളർന്ന് ദേ ഇപ്പോൾ ഇവിടം വരെ എത്തി. നമ്മൾ ഫ്ലിപ്പിലൊക്കെ കയറി നോക്കുമ്പോൾ എപ്പോഴും കാണുന്നൊരു സാധനമാണിത്. മണി സേവിങ് സംതിങ് എന്തോന്നോ പറഞ്ഞൊരു പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനം അത് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതൊരു പൈസ നശിപ്പിക്കലല്ലേ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയ ബോക്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഞാൻ പിന്നെ എപ്പോഴും ഫ്ലിപ്പിൻ്റെ ഒരു ആരാധിക ആയതുകൊണ്ട് എൻ്റെ വീട്ടിലിങ്ങനെ ബോക്സിനൊരു പഞ്ഞം ഉണ്ടാവാറില്ല. അപ്പോൾ അതുപോലെ ഒരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പണ്ട് എപ്പോഴോ ആരോ എന്തോ പൊതിഞ്ഞുകൊണ്ട് തന്നൊരു ഗിഫ്റ്റ് വൗച്ചറല്ല, ഗിഫ്റ്റ് പേപ്പറും ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് അതിൻ്റെ എല്ലാ വശത്തും ഒട്ടിച്ചിട്ട് ഏറ്റവും കൂടുതൽ വൃത്തികേടായി എന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാനൊരു വെള്ള പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ വശത്തും ഞാൻ വെള്ള പേപ്പർ ഒട്ടിക്കണം. പക്ഷേ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ആരെയും കാണിക്കാനൊന്നുമല്ലല്ലോ, എനിക്ക് തന്നെ പൈസ ഇട്ട് വയ്ക്കാനല്ലേ. ആ ഒരു ബോധം ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല വൃത്തികേടായ 2 സ്ഥലങ്ങളിലും മാത്രം ഞാൻ വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് അതിൽ നമ്മൾ എത്രയാണോ മണി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് ആവുന്ന വരെ ഇഷ്ടപ്പെട്ട പൈസ എഴുതുക. അതായത് 500, 200, 300 അങ്ങനെ നമുക്ക് തോന്നുന്ന പോലെ എഴുതുക. ഞാനൊരു 1 ലാഖിൻ്റെ ആണ് കേട്ടോ പേ ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തിങ്ങനെ കുളമാക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് പൈസ ഇടാൻ പാകത്തിന് ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. പൈസ ഇടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ചില്ലറയില ഇടുന്ന നോട്ടാണ് ഇടുന്നത്. ഇത് എലി എന്നും കറണ്ട് പോകാണ്ട് നോക്കണം കേട്ടോ. പിന്നെ എലിയുടെ ശല്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഉള്ളവർ അലമാരയിലോ മറ്റോ വെച്ച് സൂക്ഷിച്ച് നന്നായിരിക്കും. ഞാനിത് വെറുതെ ഇവിടെ കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇടുകയല്ലേ, അപ്പോൾ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു 500 നോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ആ പെട്ടിക്ക് അതൊരു 500 വീണാ ഭാഗ്യം. അതാണ് അവസ്ഥ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്രയാണോ എമൗണ്ട് ഇട്ടത് ആ എമൗണ്ട് നമ്മൾ വെട്ടുക. അപ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവും എത്ര എമൗണ്ട് നമ്മുടെ ഉണ്ടെന്ന്. ഇത്ര സിമ്പിളല്ലേ. അപ്പോൾ അടുത്ത